തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, അതിൽ വലിയ വിദ്യാഭ്യാസമോ കുടുംബ പാരമ്പര്യമോ മറ്റ് യോഗ്യതകളൊന്നും കാര്യമായിട്ടില്ലാത്ത 10-12 പേരെയാണ് തിരഞ്ഞെടുത്തത്. മീൻ പിടിച്ച് നടന്നിരുന്ന പത്രോസായിരുന്നു അതിലെ പ്രധാനിയായിട്ട് മാറിയത്. യാതൊരുവിധ വിദ്യാഭ്യാസവും ഇല്ലാത്ത പത്രോസ് എഴുതിയ ലേഖനങ്ങൾ വെച്ച് പിന്നീട് അനേകർ ഡോക്ടറേറ്റുകൾ എടുത്തു. ആ പത്രോസ് എഴുതിയ ലേഖനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും പ്രസംഗങ്ങൾ നടക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാവില്ല. ഇന്നും കർത്താവ് അതുപോലെ തന്നെ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ, വലിയ കുടുംബ പാരമ്പര്യമോ മറ്റ് യോഗ്യതകളോ ഒന്നുമില്ലാത്ത ചിലരെയൊക്കെ കർത്താവ് വിളിക്കുന്നു, തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കുന്നു. അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കർത്താവ് ഇങ്ങനെയുള്ളവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇടുക്കി രൂപതയിലെ വിമലഗിരി ഇടവകയിലുള്ള ബ്രദർ ഷിനു മാത്യു തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നു. ബ്രദറെ, സ്വാഗതം. ബ്രദർ സ്കൂൾ വിദ്യാഭ്യാസം കാര്യമായിട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു. 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അല്ലേ? അതെ. ഈ 8ാം ക്ലാസ് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം നിർത്താനുള്ള കാരണം എന്താ? വീട്ടുകാരൊന്നും പിന്നെ നിർബന്ധിച്ചില്ലേ? പഠിക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കഴിവില്ലായിരുന്നു. അതായത് അധ്യാപകരുടെ ഒക്കെ മുമ്പിൽ നമ്മൾ വെറും തീർത്തും മണ്ടനായ ഒരു കുട്ടിയായിരുന്നു. ആയിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് എൻ്റെ പഠനം മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഞാൻ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അധ്യാപകർ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ മാത്രമാണ് ഏറ്റവും പഠിക്കാനായിട്ട് മോശം ഉള്ള ഒരാളെ ഞാനായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒത്തിരി അപകർഷതാബോധം ഒക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. അതേ പഠനമൊക്കെ അവസാനിച്ച്. വീട്ടുകാരും കാര്യമായിട്ട് നിർബന്ധിച്ചൊന്നുമില്ലേ? വീട്ടുകാർ പഠിക്കാനായിട്ട് പോകാൻ പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞായിരുന്നു പഠിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ പോയിട്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ഇത് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ ശാലം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃഷി ഉണ്ടായിരുന്നു. അതിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൃഷി കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയി കൂലിപ്പണിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിലൂടെയൊക്കെ മുന്നോട്ട് പോയി. കുടുംബത്തിന്റെ അവസ്ഥ ആ കാലഘട്ടത്തിൽ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു. ഒത്തിരി ദാരിദ്ര്യം കഷ്ടപ്പാടിലൂടെയായിരുന്നു ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മയും അപ്പനൊക്കെ കൂലിവേല ചെയ്ത് മുന്നോട്ട് പോകുന്ന. അതായത് ഇടുക്കി ജില്ലയിലെ വളരെ സാധാരണക്കാരായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആണ്. പിന്നീട് ശരിക്കും ഒരു യുവത്വത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ സാധാരണത്തിൽ ഇങ്ങനെയുള്ള പല കുട്ടികളും കൂട്ടുകെട്ടിലൊക്കെ പെടാറുണ്ട്. പലരും മദ്യത്തിനും അങ്ങനെയൊക്കെ അടിമത്തത്തിലേക്കൊക്കെ പോകുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ട്. ബ്രദർ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ പോയായിരുന്നു. ഞാൻ മദ്യത്തിന്റെ മേഖലയിലൂടെ കടന്നുപോയി. ഇത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെറുപ്രായത്തിലാണെങ്കിൽ പോലും വലിയൊരു കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. അങ്ങനെ പിന്നീട് ധ്യാനങ്ങളൊക്കെ പോയി ഒത്തിരി സ്ഥലങ്ങളിലൂടെ കൂടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ആ പ്രായത്തിൽ തന്നെ ധ്യാനങ്ങളൊക്കെ ഒത്തിരി ധ്യാനം കൂടിയായിരുന്നു. കാര്യമായിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കേൾക്കുമ്പോൾ ഇതൊക്കെ കൊള്ളാമെന്ന് തോന്നും, നമുക്കതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2003 ഒരു ധ്യാനം കൂടുന്നു, ഒരു മരിയൻ ധ്യാനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ 2003 ഒരു ധ്യാനം പാലാ രൂപതയിലെ ഫാദർ ജേക്കബ് വെള്ളമരുതെങ്കിൽ അച്ഛൻ നയിക്കുന്ന ഒരു മരിയൻ ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചു. കട്ടപ്പന ഫാസ്റ്റർ സെന്ററിൽ, തിരുവല്ല അതിരൂപതയുടെ ഫാസ്റ്റർ സെന്ററിലാണ് ഞാൻ പോയി ധ്യാനം കൂടിയത്. ആ ധ്യാനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ചെറുമയ പ്രവാചന്റെ പുസ്തകം 29:11 നിന്നെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എനിക്ക് ശുഭകരവും ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഞാൻ ഈ 8ാം ക്ലാസ് ഗുസ്തിയുള്ള ആൾക്ക് എന്നാ പദ്ധതിയാണ് അത് ഞാൻ അങ്ങനെ ചിന്തിച്ച. ദൈവത്തിന് പദ്ധതി ഉള്ളത് വലിയ വലിയ ആൾക്കാരെ കുറിച്ച്, അച്ഛന്മാരെ, കന്യാസ്ത്രീകൾ, അവരെ കുറിച്ച്, നമ്മളെ കുറിച്ച് തന്നെ പദ്ധതി അല്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചു. അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴും വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് പറഞ്ഞു, ഇവിടെ കൂടിക്കോ, ശുശ്രൂഷ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിൽ ഭക്ഷണം
ത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരാളായി മാറി. അത് ഈ പാട്ടും അതായിരുന്നു സഫാനോസിന്റെ ജോലിയായിരുന്നു നമുക്ക് ആദ്യത്തെ ജോലി. അതെ അതെ അതെ, അടുക്കള പണിയായിരുന്നു. അടുക്കള പണിയായിരുന്നു. അടുക്കള പണി, ബാത്റൂമുകൾക്ക് ഇങ്ങനെ സഹായിക്കുക. അല്ല, ഈ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേ ഈ കുറച്ചുകൂടെ എനിക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി പ്രാപിക്കണം, ദൈവം സഹായിക്കും, എൻ്റെ സ്ഥിതി മാറണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വന്നില്ല. പകരം ഇതുപോലെ എനിക്കൊരു ശുശ്രൂഷകനാകണമെന്നുള്ള ചിന്തയായിരുന്നു ആദ്യമേ വന്നത്. അങ്ങനെ എനിക്ക് ഇതിനോട് ശുശ്രൂഷകനാകണമെന്നൊരു ചിന്ത ഞാൻ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് വരുമോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള ആഗ്രഹം, കാരണം അതിനുള്ള അറിവോ വിവരമോ ഒന്നും എനിക്കില്ല. ഇല്ല. പിന്നെ വലിയ പഠിപ്പും ഉള്ളവർക്കുള്ള ചിന്ത. കാരണം എനിക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ പ്രസംഗിക്കും? അങ്ങനെ ചിന്തിച്ച സമയം ആ മേഖലയെ കുറിച്ച് ചിന്തിക്കാനേ പോയില്ല, ഒരിക്കലും ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ട് അടുക്കളയിലെ സഹായിയായിട്ട് കൂടി. കൂടി. പിന്നീട് എനിക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സന്തോഷം. അടുത്ത പ്രൊമോഷൻ അടുക്കളയിൽ നിന്ന് അൾത്താരയിലോട്ട് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2008 ഡൽഹിയിലുള്ള ജീവൻ ജ്യോതി ധ്യാന കേന്ദ്രത്തില് അച്ഛൻ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിടുന്നത്. മധ്യസ്ഥപ്രാർത്ഥനയ്ക്ക് പോവുക. 2003 മുതൽ 8 വരെ 5 വർഷക്കാലം അടുക്കള പണിയും അൾത്താരയ്ക്ക് മുമ്പിലുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോയി. 2008 ആയപ്പോൾ, അതായത് 5 വർഷം കഴിഞ്ഞപ്പോ അടുത്ത പ്രൊമോഷൻ ഡൽഹിയിലേക്ക്. അവിടെ ജീവൻ ജ്യോതി എന്ന് പറഞ്ഞ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഡൽഹി കാണുന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെ ഒന്ന് കാണാമല്ലോ, ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, പോകണം എന്നൊരാഗ്രഹമായി. അങ്ങനെ ഞാൻ അവിടെ ഡൽഹി ജീവൻ ജ്യോതി ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ 24 മണിക്കൂർ ദിവ്യകാരുണ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്. ഒന്ന് ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഞാൻ, ബാക്കി 2 പേര് പുറത്തുനിന്നുള്ളത്. 12 മണി, രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള സമയമാണ്. അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി. കാരണം എനിക്ക് ഭാഷ അറിയില്ല, ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഇവരോടൊന്നും തിരിച്ച് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല. അപ്പൊ ഞാൻ ഒത്തിരി, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന വന്നു. എങ്ങനെയാണ് ഇനി ഇവരോട് സംസാരിക്കുന്നത്? അങ്ങനെ ഇരുന്ന് അവിടെ പുറത്ത് പോയി ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാനോ ആൾക്കാരുമായിട്ട് ഇടപെടാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമുക്കൊന്നും അറിയത്തില്ല. നമ്മള് ഈ 24 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ട് അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. മറ്റു വൈദികരോടൊക്കെ പറഞ്ഞു, നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു, കൊള്ളാവട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ വാസ്തവത്തിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, നമുക്ക് ഭാഷ അതുകൊണ്ട് നമ്മളിവിടെ പെട്ടുപോയത്. അതുകൊണ്ട് ഞാൻ പെട്ടുപോയത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ എന്നോട് പറയുന്നത്, ഇവിടെ ഒരു വലിയൊരു കൺവെൻഷൻ വരുന്നുണ്ട്, ആ കൺവെൻഷനിൽ ഷിനു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭാഷ അറിയില്ല, ഭാഷ അറിയാത്ത എന്നോട് എങ്ങനെ ഈ ജപമാലയെല്ലാം പറയുന്നത്? ഈ നോർത്ത് ഇന്ത്യൻ കൺവെൻഷൻ അല്ലേ? ഇപ്പൊ ഈ അച്ഛൻ പറയാണ്, വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിനുവിന് എനിക്ക് തോന്നുവാണ്. അയാൾ ഷിനു അത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഞാനത് ചെല്ലുന്നേ? ഭാഷ അറിയത്തില്ല, അത് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ ഈ അച്ഛൻ ആത്മാവ് എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ ഹൃദയത്തിൽ അത് സ്വീകരിച്ചു, യെസ് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വചനം കാണുക. യെശയ്യാ 54:13 കർത്താവ് എൻ്റെ പുത്രരെ പഠിപ്പിക്കും, സാർജിക്കും. യോഹന്നാൻ 14:26 ഞാൻ അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. സഫാനിയ 3:17 ഞാൻ വിജയം നൽകുന്ന കർത്താവാണ്. നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് അറിയാതെ ഒരു ബലം വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത്, ഒരുങ്ങിക്കോ, പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ, കൺവെൻഷനായി പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഭാരം, എനിക്ക് പേടിയാ. ഇതെങ്ങനെ ഇത്രയും 1.5 ലക്ഷം പേര് അടങ്ങുന്ന ഈ കൺവെൻഷനിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? ഭാഷ അറിയത്തില്ലാതെ. പക്ഷേ ദൈവവചനത്തിൽ അടിയുറച്ചൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഇത് സാധ്യമായി തീരും എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കൺവെൻഷൻ സമയമായി. ഒരു നോർത്ത് ഇന്ത്യൻകാരി ഒരു പെൺകുട്ടിയും ഞാനുമായിട്ട് സ്റ്റേജിൽ ജപമാല ചെല്ലുവാനായിട്ട് കയറി. ഞാൻ മലയാളത്തിന്റെ ഒരു പുസ്തകമൊക്കെ എടുത്ത് പോക്കിലിട്ടോണ്ടാ പോകുന്നത്, കാരണം ഭാഷ അറിയില്ലല്ലോ.
ഞങ്ങൾ സ്റ്റേജിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ സമയം ഈ പെൺകുട്ടി അവള് രഹസ്യം ചൊല്ലി, ഹിന്ദിയിൽ ദുഃഖത്തില് ദിവ്യരഹസ്യം ചൊല്ലി. അത് കഴിഞ്ഞിട്ട് സ്വർഗസ്വനായ പിതാവ് ഞാനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പെങ്കൊച്ചി ഹിന്ദിയില് ഈ രഹസ്യമൊക്കെ ചൊല്ലിയപ്പോ ഇത് ഇന്ന രഹസ്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവിക സാന്നിധ്യം അനുഭവം എനിക്ക് തോന്നുന്നു. ആ അനുഭവത്തിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹേ പിതാഹമാരെ സ്വർഗമേ, തിരുനാമ്പോ തിരുക്കരാജാവേ, തിരുരാജാവേ, തിരിച്ച സ്വർഗമേ വൈസേ പൂരുകോ, ഹമാര പ്രതിനന്ദാഹാർമേ അപ്പനെ അപരാധങ്കോ ക്ഷമാക്കർ പ്രണാമരിയ കൃപാപൂരം കൃപുത്ര സാത്തനിശ്രീ പരമേശ്വരംഗവ പ്രാർത്ഥനാകാരം ഭാവിയം കേലിയവർ മരണസമയാമേ പിതാവർ പുത്രവർ പൗത്രമാക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഇത് അതുവരെ അതിനു മുമ്പ് ഇങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഹിന്ദിയിൽ എഴുതാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് എല്ലാ വിഷയത്തിനോട് 50 മാർക്ക് ഉണ്ടോ എന്ന് സംശയം എന്റെ ടീച്ചറിനോട് ചോദിച്ചാൽ അറിയാം. സകലത്തിനോട് 50 മാർക്ക് തികഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ കയറി ഹിന്ദിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? അപ്പോഴങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് ഈ സ്വർഗസ്വനായ പിതാവേ പറഞ്ഞൊക്കെ അതിന്റെ ബാക്കിയാണെങ്കിൽ പോലും ആദ്യമായിട്ട് വായിന്നങ്ങ് വരിക. അങ്ങനെ അച്ഛൻ എന്നോട് ഇതെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് അറിയായിരുന്നല്ലേ, നീ എന്നോട് കള്ളം പറഞ്ഞാണല്ലോ. ഞാൻ പറഞ്ഞ അച്ഛൻ കള്ളം പറഞ്ഞല്ല, കള്ളം സത്യത്തിൽ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് ഇതങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു. ഈ അപ്പസ്തോല പ്രവർത്തനത്തില് 2-ാം അധ്യായത്തില് പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ 120 ശിഷ്യന്മാര് ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ മാതൃക ഭാഷ അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഒന്നിച്ചു കൂടി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഭാഷകളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ ഈ ദൈവവചനത്തിന് സാധ്യമായി തീരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഹിന്ദിയിൽ അത്യാവശ്യം പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹിന്ദിയിൽ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. കുർബാനയില് അൾത്താര ശുശ്രൂഷയായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. ഇംഗ്ലീഷില് അച്ഛന് അൾത്താര ശുശ്രൂഷയായിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. ശരി. അപ്പൊ വിവിധ ഭാഷകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങി. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഹിന്ദിയിൽ ശുശ്രൂഷയും ഇംഗ്ലീഷിൽ ശുശ്രൂഷയും സ്റ്റേജ് വിട്ട് കഴിയുമ്പോൾ എനിക്കറിയില്ല ഒരു കാര്യം. ശരിക്കും ഇത് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് ഇത് ഷിനു എന്ന വ്യക്തിയുടെ യാതൊരുവിധ കഴിവുമല്ല, മറിച്ച് ഇത് പരിപൂർണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതെ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭാഷകളൊക്കെ സംസാരിക്കും. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിലെ നമുക്ക് അറിഞ്ഞുകൂടാ. അറിയില്ല. അത് വാസ്തവമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ കൂടെ തന്നെ വ്യാപരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണത്. എന്നിട്ട് മുൻപോട്ടുള്ള ശുശ്രൂഷകളൊക്കെ പിന്നെ എങ്ങനെയാ പോയത്? പിന്നീട് അത് കഴിഞ്ഞ ശേഷം ഞാനൊരു 3 വർഷക്കാലം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിലേക്ക് തന്നെ തിരികെ വന്ന് വീണ്ടും ഇങ്ങനെ ശുശ്രൂഷകളിലൂടെ കടന്നുപോയി. വചനം പഠിക്കണമെന്നൊക്കെ ആഗ്രഹമായി. അങ്ങനെ ഞാൻ വചനം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. ബൈബിള് വായിച്ച് ആയിരക്കണക്കിന് വചനം കർത്താവ് ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. ശുശ്രൂഷയുടെ വലിയ ബൈബിള് നമ്മളിങ്ങനെ ആർത്തി കൊണ്ട് വായിക്കുക. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. അതെ. എനിക്ക് ഒരു വചനം ഇപ്പം ബ്രദർ ഒരു വചനം എന്നോട് ഇപ്പൊ പറയാന്ന് കൂട്ടിക്കും, ആ വചനം എൻ്റെ തലയ്ക്കകത്ത് കയറും. അങ്ങനെ വായിക്കുന്ന വചനം ഹൃദയത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് വചനം കർത്താവ് ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ബൈഹാർട്ടായി. പിന്നീട് എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടാവുന്നത്? അത് വെള്ളമരുന്നെങ്കിൽ വീണ്ടും അച്ഛന്റെ കൂടെ തന്നെ നിന്നാണ് ശുശ്രൂഷ മുന്നോട്ട് പോയത്. അല്ല, ആദ്യമൊക്കെ ഭക്ഷണ ശുശ്രൂഷയായിരുന്നു, പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനയായി, പിന്നീട് സ്റ്റേജിൽ കയറി വിവിധ ഭാഷകളിൽ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. അതിനുശേഷം ഈ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എങ്ങനെയാ കയറുന്നത്? വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് കയറുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വചനം പ്രസംഗിക്കണമെന്ന്. അങ്ങനെയാണ് 2 തിമോത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-2 തിരുവചനത്തിൽ പറയുന്നത്, എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക,
അനേക സാക്ഷിയുടെ മുമ്പിൽ ചെല്ലുന്നത് കേട്ടോ മറ്റുള്ള വിശ്വസനായ ആളുകൾക്ക് നീ പകർന്നു കൊടുക്കുക, നീ പഠിപ്പിക്കുക. ഒരുവൻ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും പരിശുദ്ധ കുർബാനയിൽ നിന്നുമാണെന്ന് എനിക്ക് മനസ്സിലാക്കി. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നിടത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ദൈവവചനം ഹൃദയത്തിലേക്ക് കയറുന്നത്. ഹൃദയത്തിൽ അവിടെ പതിക്കും. ഈ ഉൽപ്പത്തി മുതലുള്ള വെളിപാട് വരെയുള്ള വചനത്തിലൂടെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ വചനം ആയിരക്കണക്കിന് വചനം കിട്ടുന്നത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അത് ഒരു ഗോതമ്പപ്പമായിട്ട് ഒരിക്കലും ഷിനു കണ്ടിട്ടില്ല. അത് യേശുക്രിസ്തുവാണെന്നുള്ള ആ ഉറപ്പ്, ആ 33 വയസ്സുള്ള ആ യേശുവാണ് ഈ ഗോതമ്പപ്പത്തിന്റെ മറവിൽ ഇരിക്കുന്ന ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈശോയുടെ ശരീരം എന്നതിനും അപ്പുറത്ത് ഇത് യേശു തന്നെയാണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവുമായുള്ള ഒരു ഗാഢമായ ബന്ധം എനിക്കുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെ ഉറപ്പുണ്ട്. ആൾത്താരയിൽ മാത്രമല്ല, ഈ ദൈവം സദാ ഒരു സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയാണെന്നുള്ള ആ അനുഭവത്തിലൂടെ പോയി. അങ്ങനെയാണ് പിന്നെ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു. എൻ്റെ വീട്ടില് 5 മക്കളാണ്. 5 പേരിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. 2013 ആയപ്പോൾ എൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ 1992 രാത്രി നടന്നു പോയപ്പോൾ ചെറിയൊരു പേടി ഇദ്ദേഹത്തിന് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് വലിയൊരു വിഭ്രാന്തിയായി. പിന്നീട് മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 ആയതിപ്പം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുക. അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമായി, സഹോദരന്റെ ആത്മഹത്യ. പിന്നീട് നമ്മളിപ്പോൾ പലരും നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്ത് കാണുമായിരിക്കുമല്ലോ. കാരണം കുടുംബത്തിലെ ഒരുത്തൻ വായനപ്രഭാഷകൻ, കർത്താവിന്റെ ശുശ്രൂഷകനായിട്ട് നടക്കുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു ആത്മഹത്യ നടക്കുന്നു, ജ്യേഷ്ഠ സഹോദരൻ. ആ രീതിയിലൊക്കെ പലരും അതിനെ വ്യാഖ്യാനിച്ച് കാണുമല്ലോ. ഒത്തിരി വ്യാഖ്യാനിച്ചു. ഞാൻ ഒത്തിരി അതിനകത്ത് കരഞ്ഞു. ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയ അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് തന്നെ അത് തോന്നി. ഞാൻ ഈ പ്രസംഗിച്ച് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻ്റെ ഈ ശുശ്രൂഷ കൊണ്ട് എൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും പ്രയോജനം ഉണ്ടായില്ല. സ്വന്തം ചേട്ടൻ ആത്മഹത്യ ചെയ്തു. പിന്നെ ഞാൻ ഇനി നാട്ടുകാരെ നന്നാക്കിയിട്ട് എന്ത് കാര്യം? അങ്ങനെയൊക്കെയുള്ള ആ നെഗറ്റീവ് ചിന്തകൾ ഭരിക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഇങ്ങനെ ചിന്തകൾ വന്നു. പിന്നെ അത് നമ്മൾ കാരണമാണ് മരിക്കാനായിട്ട് കാരണമായി തീർന്നത്. പല ആളുകളുടെ ഒരു സംസാരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം നമ്മള് മുഖാന്തരമായത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ ആളുകൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇത് മരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ അല്ലായിരുന്നു. ഞാൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. ഈ ആളുകൾ ഇങ്ങനെ പലരും പല രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ വേദനിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയി. അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഒരിക്കലും അച്ഛൻ പറഞ്ഞു, മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാണ് ക്രിസ്തു. ക്രിസ്തു അറിയാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ജേക്കബ് വെള്ളമരുന്നെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മോനെ നീ ശുശ്രൂഷ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ഇടവരുത്തിയത്. ഒത്തിരി എൻ്റെ ചെറുപ്പകാലങ്ങൾ മുതൽ ഒത്തിരി സഹനത്തിന്റെ തീച്ചൂടിലൂടെയാണ് കടന്നുപോയത്. കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട്. ഈ ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അത്യാഹിതം സംഭവിക്കുന്നു. പിന്നെ നമ്മളെല്ലായിടത്തുനിന്നും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥകൾ വരിക, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയാ പിന്നെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റിയത്? പിന്നീട് അതിജീവിക്കുന്നത് എന്ന് പറയുന്നത് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ശുശ്രൂഷ തന്നെ ചെയ്യുക. കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവിന്റെ കരങ്ങളിലാണ് ഈ ആത്മാവ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട, ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മോൻ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ വചന ശുശ്രൂഷയിലേക്ക് തന്നെ പ്രവേശിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 ആയപ്പോഴത്തേനും പ്രളയത്തിന്റെ സമയം തൃശ്ശൂര് ഒല്ലൂര് വെച്ച്
എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടന് വീണ്ടും വണ്ടി ആക്സിഡന്റ് ഉണ്ടാവും. ഇത് പറഞ്ഞത് എൻ്റെ തൊട്ടു നേരെ മൂത്ത ചേട്ടൻ്റെ കാര്യം. ഇപ്പോഴും ആക്സിഡന്റ് പറഞ്ഞത് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ കാര്യം. 2018 ഓഗസ്റ്റ് 22-ാം തീയതി ഒല്ലൂർ വെച്ച് ഒരു വാഹനം അപകടം ഉണ്ടായി. ആ അപകടത്തിൽ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറി ഇടിച്ച് കാനയെ ചഴിച്ചു. അങ്ങനെ അബോധാവസ്ഥയിലായി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞു, വാർത്ത അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നു, തൃശ്ശൂർ വന്നു. തൃശ്ശൂർ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറാണ് ഇദ്ദേഹത്തെ നോക്കുന്നത്. ഡോക്ടർ പറഞ്ഞു അസ്ഥി പൊട്ടിയിട്ടുണ്ട്, വാരിയസ്ഥി കംപ്ലീറ്റ് ഒടിഞ്ഞിട്ടുണ്ട്, തോളെല്ലാം ഒടിഞ്ഞു, കൈപ്പ കരള് പതപ്പ ചതഞ്ഞുപോയി, ഇനിയൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം അത് അതീതമായ ഗുരുതര അവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത്. ഓക്സിജൻ ഇട്ട് ഞാൻ ഇപ്പൊ എന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ആള് മരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. ദൈവമേ, ഞാൻ ആ മെഡിക്കൽ കോളേജിൽ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കി കരമുയർത്തി, കർത്താവേ, നീ സർവശക്തനാണല്ലോ, നീ സർവാധിപനാം കർത്താവാണല്ലോ, സകലത്തിൻ്റെ ഉടയവനായ ക്രിസ്തുവാണല്ലോ, നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച മകന, നീ ഈ മകൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. അതിൽ വചനം എനിക്കിങ്ങനെ കിട്ടി. 118-ാം സങ്കീർത്തനം 16-17, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ അത് പ്രഘോഷിക്കും. ഈ വചനം ഉറപ്പ് നൽകി. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതായത് ബ്ലഡ് തുപ്പുക, ബ്ലഡ് കയറ്റുന്നതനുസരിച്ച് ബ്ലഡ് തുപ്പിക്കൊണ്ടിരുന്നു. അപ്പം ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ അവിടെയും തമ്പുരാനിൽ ഉറച്ച വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് ഈ ഐസിയുയിൽ കിടക്കുന്ന ജ്യേഷ്ഠ സഹോദരന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഈ ചങ്കത്തേക്ക് കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:7, പ്രവാചകൻ കൽപ്പിച്ചതുപോലെ പ്രവചിക്കുക, ഒരു കിരികിരാശബ്ദമുണ്ടായി, വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ യോജിച്ചു, മച്ചിയും മാംസവും ഞരമ്പും ചർമ്മവും പൊതിഞ്ഞു, ജീവനുണ്ടായി. ഈ വചനത്തിന്റെ ശക്തിയാണ് അസ്ഥികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടിച്ചേരണം. അതൊരു പ്രവാചക ശബ്ദത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അസ്ഥികൾ യേശുവിന്റെ നാമത്തിൽ കൂടിച്ചേരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഇവിടെ അവസാനിപ്പിച്ചു, നിങ്ങളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോയി ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ആ എക്സ്റേ എടുത്ത് നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ശ്രീകുമാർ, ഡോക്ടർ 17 പേരാണ് എൻ്റെ ചേട്ടനാണ് നോക്കുന്നത്. ആ ഡോക്ടറെ കൊണ്ട കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അസ്ഥികൾ കത്തിക്കൂടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സാധ്യമായി തീരില്ല, കാരണം ഒരസ്ഥി ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസം പിടിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ അസ്ഥി കത്തിക്കൂടിയതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നോടെ ചെല്ലാൻ പറഞ്ഞു, ഡിജിറ്റൽ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തു, ഒന്നോടെ പോയി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നീണ്ട ഒരു നിരയാണ്. ഞാനും എൻ്റെ അമ്മയുടെ കൂടി പോയി അത് എക്സ്റേ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ അസ്ഥികൾ കംപ്ലീറ്റ് കത്തിക്കൂടിയിരിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് എന്തോ അസ്ഥിയിൽ എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അസ്ഥിയുടെ പ്രത്യേകതയല്ല, മറിച്ച് പ്രവാചക ദൗത്യത്തോടെ ആ വചനം അയച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ ക്രിയ ചെയ്യുക ചെയ്തു. അതെ. അപ്പൊ അതിലൂടെ ബ്രദറിനൊരു കാര്യം മനസ്സിലായി, ഇതുപോലെയുള്ള രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു അഭിഷേകം ബ്രദറിന്റെ മേലുണ്ട് എന്നുള്ളത് ആണ്. അത് പിന്നീട് ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടല്ലേ? ശുശ്രൂഷയിൽ അത് പ്രയോജനപ്പെട്ടു. പിന്നെ അനേക രോഗികൾ, അതായത് കഴിഞ്ഞ ദിവസം ധ്യാനത്തിനുണ്ടായൊരു സംഭവമാണ്. ഈ ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറത്തിനടുത്ത് മുണ്ടമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അമ്മച്ചി ധ്യാനിക്കാനായിട്ട് കുറേ ആളുകൾ കൊണ്ടുവന്നു. തളർന്നു പോയ ഒരാളാണ്, 3 വർഷമായി ഈ അമ്മച്ചി തളർന്നു പോയിട്ട്. അമ്മച്ചിക്ക് വേണ്ടി വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ അമ്മച്ചി എഴുന്നേറ്റ് വന്നു. ദൈവവചനം
ശക്തമായിട്ട് പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ആ അമ്മച്ചി എഴുന്നേറ്റ് വന്നു. അതായത് ശരിക്കും ബ്രദറിന്റെ മേൽ രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ആ ഒരു അഭിഷേകം ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, രോഗികളുടെ മേൽ നിങ്ങൾ കൈകൾ വയ്ക്കുവിൻ, അവർ സുഖം പ്രാപിക്കും. നമ്മളതാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടുന്നു. ശരിക്കും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു അതിസ്വാഭാവിക തലമാണ്. കാരണം ഡോക്ടർമാര് പറഞ്ഞ ഇനി ജീവിക്കുകയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ കേസുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിന്റെ ഒരു കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നേരെ മറിച്ച് നമ്മൾ വെറും ലൗകികമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മാത്രം ഇതിനെ കണ്ടാൽ ഈ രോഗശാന്തികളൊക്കെ ചുമ്മാ തട്ടിപ്പാണെന്നും, അല്ലെങ്കിൽ ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്, രോഗം മാറിയതായിട്ട് ഇവർക്ക് ആ സമയത്ത് തോന്നുന്നതാണ്, പിന്നീട് വീണ്ടും പഴയപടി ആകും എന്നൊക്കെ സാധാരണ മനുഷ്യർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മുടെ മിടുക്കുകൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല എന്നുള്ളത് ബ്രദറിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എനിക്കത് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണിത് പ്രകടമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം കടന്നു പോകും. ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സമയം ഈ വ്യക്തിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് രോഗികൾ എഴുന്നേറ്റ് പോകുന്നത്. 100 അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതായത് മെഡിക്കൽ സയൻസ്, അത് ഒടിഞ്ഞതും പൊടിഞ്ഞതുമായ അസ്ഥി സംബന്ധമായ രോഗമുള്ള മക്കള് ധ്യാനിക്കാനായിട്ട് കടന്നു വരുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെഴുന്നേറ്റ് പോയ 100 അനുഭവങ്ങൾ പിന്നീടുണ്ട്. ഇപ്പൊ ശുശ്രൂഷ മേഖലയിൽ ബ്രദർ എവിടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പാല അസീസി ധ്യാന കേന്ദ്രത്തില്, വേറെ എവിടെയൊക്കെ? വേറെ തുവാനിസ ധ്യാന കേന്ദ്രത്തില് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കറൂറ്റിയിലുണ്ടായിരുന്നു. പിന്നെ ചെന്നൈയില് ഇപ്പൊ ശുശ്രൂഷ ചെയ്യാറുണ്ട്. ബ്രദറിന്റെ ശുശ്രൂഷ ഞാൻ ഈ ഓൺലൈനിൽ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കോവിഡ് കാലത്ത് തുടങ്ങിയ ശുശ്രൂഷയായിരിക്കും അല്ലേ? കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ആ ശുശ്രൂഷ തുടങ്ങിയത്. ഇതെന്റെ ഒരു സുഹൃത്തുണ്ട്, അമേരിക്കയിലുള്ള ജോപ്പൻ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. 33 രാജ്യത്ത് ഓൺലൈൻ ധ്യാനം, ഇന്ത്യൻ സമയം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ ശുശ്രൂഷകളും ഒക്കെ ഈ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. 33 രാജ്യത്ത് ശുശ്രൂഷ ഈ രീതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേരിക്കയില്, അവിടെ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിനു, ജോസഫ് എന്ന് പറഞ്ഞൊരു കൊച്ച് വണ്ടി ആക്സിഡന്റിൽ പെട്ട് വളരെ അതീത ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പള്ളിയിലെ ഗ്രൂപ്പിലിട്ട് എന്നെ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഓൺലൈനിലൂടെ പ്രാർത്ഥനയുടെ സമയത്ത് ഈ കുഞ്ഞിലേക്ക് ഒരു ദൈവശക്തി കടന്നു പോയിട്ടൊരു അനുഭവമുണ്ട്. ഈ കുഞ്ഞ് മരിക്കില്ല, ഉറപ്പുണ്ട് ബ്രദറെ. ഈ കുഞ്ഞിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയിട്ടുണ്ട്. ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ കുഞ്ഞ് ഒരു പുതിയ ഒരു സൃഷ്ടിയായി മാറി. കർത്താവ് വലിയൊരു സൗഖ്യം കൊടുത്തു. ഓൺലൈൻ ധ്യാനത്തിലൂടെ വിദേശ രാജ്യങ്ങളിൽ അനേകരുടെ ജീവിതത്തിലായി കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്, വലിയ മാനസാന്തരങ്ങളും അനുഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ഓൺലൈൻ ധ്യാനത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. ബ്രദറിന്റെ കുടുംബജീവിതത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നാല്, വിവാഹമൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഈ വിവാഹം കഴിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ. അപ്പോൾ ബ്രദറിന് എങ്ങനെയാണ് വിവാഹ ജീവിതമൊക്കെ എങ്ങനെയാ സാധ്യമായത്? 2017 എൻ്റെ വിവാഹം നടക്കുന്നത് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ചേട്ടൻ മരിക്കുന്നു, അങ്ങനെ വീട്ടിലെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ സ്ഥിര വരുമാനമില്ല, ജോലിയില്ല, കൂലിയില്ല. ആളുകൾ ചോദിക്കും വചനപ്രഘോഷണമാണെന്ന് പറയുമ്പോൾ അതൊന്നും നടപടിയില്ല. അങ്ങനെ 2010 നടപടിയുള്ള കാര്യമല്ല. ഈ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു പണിയാണ്, അതിനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ വിവാഹം വീണ്ടും അത് വേണ്ടാന്ന് വെച്ചു. 2017 ഡിസംബർ 28 ഞാനൊരു പെൺകുട്ടിയെ കാണാനായിട്ട് വന്നു. ചെന്നൈയിലെ വിസയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നടന്നു, എന്റെ വിദ്യാഭ്യാസം ഇത്രേ ഉള്ളൂ പറഞ്ഞു. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. BSc മാത്സ് ആണ്.
ഭാഷ, ഹിന്ദി ഭാഷകളൊക്കെ അറിയാം. ഭാഷകളെല്ലാം അറിയാം. നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഭാഷ വരുള്ളൂ. തമിഴ്, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഇന്നിപ്പം ഇംഗ്ലീഷില് ഈ 8ാം ക്ലാസ്സുകാരനെ കെട്ടാൻ തയ്യാറായി. 8ാം ക്ലാസ് കെട്ടാൻ തയ്യാറായി. കാരണം അവര് നോക്കുന്ന ക്വാളിറ്റി ചെയ്ത് നോക്കുന്നത് ഇതൊരു ദൈവ ശുശ്രൂഷകനാണോ, അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. വചന ശുശ്രൂഷകനാണ്, അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് അവരത് വിവാഹം നടന്നത്. അത് ഈ കാലഘട്ടത്തിൽ ബ്രദറെ അങ്ങേക്ക് വളരെ അപൂർവമായ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇന്ന് ഈ വചനപ്രഘോഷകനാണ്, വിശുദ്ധിയോടെ ജീവിക്കുന്നവനാണ്, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവപൈതലാണ്. അതൊന്നും ഒരു യോഗ്യതയായിട്ട് ഇന്ന് പലരും ഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും എന്താ പറയുക, നല്ല ജോലി, വലിയ വീട്, കാറ്, അതൊക്കെയാണ്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ ശുശ്രൂഷകാരുടെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കരുതലുണ്ട്. ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും, സമയത്ത് കൂട്ടിച്ചേർത്ത് തരും. ബ്രദറിൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അങ്ങ് അനേകർക്കായി പ്രയോജനപ്പെടുവാൻ, അങ്ങയുടെ ശുശ്രൂഷകളിലൂടെ അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി തീരാൻ ദൈവം ബ്രദറിനെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിനോ ബ്രദറിൻ്റെ അനുഭവങ്ങൾ നോക്കുക. വളരെ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത വെറും 8ാം ക്ലാസ്സുകാരൻ, പക്ഷെ ഇന്ന് കർത്താവ് എത്ര അതിശയകരമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പശ്ചാത്തലങ്ങളൊന്നും നോക്കാതെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മുടെ യോഗ്യത. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളൊക്കെ പ്രയോജനപ്പെടട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും മറ്റൊരു തീ പിടിച്ച വ്യക്തിയുമായി ഒരുമിച്ച് കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് എല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.